ഇലക്ട്രിക് വാഹനങ്ങൾ പെരുകുമ്പോഴും ഇവ ചാർജ് ചെയ്യാൻ ആവശ്യമായ പോർട്ടുകൾ നെടുങ്കണ്ടം മേഖലയിൽ ഇല്ലാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. നിരവധി ഇലക്ട്രിക് ഓട്ടോറിക്ഷകളും സ്കൂട്ടികളും കാറുകളുമുള്ള നെടുങ്കണ്ടം മേഖലയിൽ ആകെ ഒരു ചാർജിംഗ് സ്റ്റേഷനും ഇതിൽ തന്നെ ഒരു പോർട്ടും മാത്രമാണുള്ളത്. ഒരു വാഹനം ചാർജ് ചെയ്യാൻ മാത്രം 3 മണിക്കൂറിലധികം എടുക്കുന്നതിനാൽ മറ്റു വാഹനങ്ങൾ മണിക്കൂറുകളോളം കാത്തുകിടക്കേണ്ടി വരുന്നുണ്ട്. ഇതോടെ ഉപജീവനത്തിനായി ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ വാങ്ങിയവർക്ക് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാകുന്നത്. താലൂക്ക് ആസ്ഥാനമായ നെടുങ്കണ്ടത്തെ നിരവധി ഇലക്ട്രിക് വാഹനങ്ങളാണ് നിരത്തിലുള്ളത്. എന്നാൽ ഇവ ചാർജ് ചെയ്യുന്നതിനായി കല്ലാർ KSEB ഓഫീസിന് മുമ്പിൽ ഒരു പോർട്ട് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഇതിൽ ചാർജ് ചെയ്യാൻ മണിക്കൂറുകൾ ആവശ്യമായി വരുന്നുണ്ട്. ഇതുമൂലം ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ ഓടിച്ച് ഉപജീവനം നടത്തുന്നവർ വലിയ പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത്. നെടുങ്കണ്ടം മേഖലയിൽ മാത്രം 20ഓളം ഇലക്ട്രിക് ഓട്ടോറിക്ഷകളാണുള്ളത്. ഇവയ്ക്കായി ഒരു ചാർജിംഗ് സ്റ്റേഷനും ഒരു പോർട്ടും മാത്രമേ ഉള്ളൂ. ഒരു ഓട്ടോറിക്ഷ ചാർജ് ചെയ്യണമെങ്കിൽ 3.5 മണിക്കൂറോളം വേണ്ടിവരുന്നുണ്ട്. ഈ സമയം മറ്റ് ഓട്ടോറിക്ഷകൾ ചാർജിങ്ങിനായി എത്തിയാൽ 4-5 മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടതായി വരും. ഫലത്തിൽ ഇവർക്ക് നിരത്തിൽ ഓടാൻ സമയവും ലഭിക്കാറില്ല. ഇലക്ട്രിക് വാഹനങ്ങൾ ഇവിടെ കൂടുതലായിട്ട് വ്യാപിച്ച് കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ചാർജിങ് ബൂത്ത് ഈ ഒറ്റ ഒരു സ്റ്റേഷനേ ഉള്ളൂ. ഇവിടെ നമ്മുടെ ഇലക്ട്രിസിറ്റി ഓഫീസ് പല പ്രാവശ്യം കയറി ഇറങ്ങി പറഞ്ഞതാണ് ചാർജ് സ്റ്റേഷൻ ഒന്നുകൂടെ എക്സ്ട്രാ വേണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെ അവരൊന്നും നടപ്പിലാക്കുന്നില്ല. ഇവിടെ ദൂരെ നിന്ന് ഒരുപാട് ടൂറിസ്റ്റ് വാഹനങ്ങളെല്ലാം പലതും കയറി വരുന്നുണ്ട്. ചാർജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒരു വാഹനം ചാർജ് ചെയ്യണമെങ്കിൽ 3 മണിക്കൂർ 3.5 മണിക്കൂർ സമയം വേണം. പക്ഷേങ്കിൽ ഇതെല്ലാം വണ്ടി വെയിറ്റിങ്ങിൽ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ചാർജ് സ്റ്റേഷൻ അത്യാവശ്യമായിട്ട് നമുക്ക് 2-3 കൂടെ എക്സ്ട്രാ നെടുങ്കണ്ടം സമീപിച്ച് നമുക്ക് കിട്ടിയേ പറ്റുള്ളൂ. ഓട്ടോറിക്ഷകൾ കൂടാതെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ, കാറുകൾ എന്നിവയും പ്രദേശത്തുണ്ട്. ഇതുകൂടാതെ നിരവധി ടൂറിസ്റ്റ് വാഹനങ്ങളും ചാർജിങ്ങിനായി എത്തുന്നതോടെ വലിയ തിരക്കാണ് പലപ്പോഴും ഇവിടെ ഉണ്ടാകാറുള്ളത്. ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചതിനാൽ കൂടുതൽ ചാർജിംഗ് സ്റ്റേഷനുകളും പോർട്ടുകളും സ്ഥാപിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഫാസ്റ്റ് ചാർജിംഗ് പോർട്ടുകൾ കൂടുതലായി സ്ഥാപിച്ചാൽ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. KSEB അധികൃതർ വിഷയത്തിൽ ഇടപെടണമെന്നാണ് വാഹന ഉടമകളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.